ഹായ് എവ്രി വൺ. ഇവിടെ ഇന്ന് നോക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, അതിന് ഡിവൈൻ നൽകുന്ന സൊല്യൂഷൻ എന്താണ്, അതായത് ഗൈഡൻസ് എന്താണ് എന്നുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് പ്രോബ്ലം ഏരിയയിൽ നൈറ്റ് ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. സൊല്യൂഷൻ ഏരിയയിൽ, അതായത് ഗൈഡൻസ് ആയിട്ട് നമുക്ക് സ്ട്രെങ്ത് കാർഡും വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതിവേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരാഗ്രഹമുണ്ടായിരിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന, ഡിസിഷൻസ് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. വേഗം തന്നെ റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു പ്രോപ്പർ പ്ലാനിങ് അവിടെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കുറവാണ്. അതുപോലെ ചിലപ്പോഴൊക്കെ കാര്യങ്ങൾക്ക് വേഗം റിസൾട്ട് വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് തുടങ്ങി വെച്ചാൽ തന്നെയും ചിലപ്പോൾ അത് ഹാഫ് വേയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റൊന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കാം. ഒരു ശരിയായ ടൈമിങ് അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഓവർ തിങ്കിങ് നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. ഇവിടെ ഡിവൈൻ നമുക്ക് ഗൈഡൻസായി നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്ഷമയോടുകൂടിയും ധൈര്യത്തോടു കൂടിയും സാഹചര്യത്തെ ഫേസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. കാര്യങ്ങൾ ഫോഴ്സ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടിയും ഒരു സെൽഫ് ഡിസിപ്ലിൻ വെച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വെച്ചിട്ട് സെൽഫ് കൺട്രോൾ വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് പറയുന്നത്. ഇവിടെ ഡിവൈൻ പറയുന്നത് ശാന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനാവും എന്നുള്ള കാര്യമാണ് ഡിവൈൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, രാജി.